നമസ്കാരം. സ്രാങ്ക് ബോട്ട് എടുക്കാൻ പോകണ വേണ്ടി കാണുക. ഇന്ന് നമ്മൾ കടലിൽ പോയിട്ട് വലയല്ല ഇടുന്നത്, പകരം ഒരു ചെറിയൊരു പരീക്ഷണമായിട്ടാണ് ഇന്ന് വന്നേക്കണത്. വേറൊന്നുമല്ല, ക്യുസാറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിക്കൽ ഓഷ്യാനോഗ്രഫിയും അതുപോലെ തന്നെ ISROൻ്റെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ചെറിയൊരു പരീക്ഷണം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നന്ദി പറയുന്നത് നമ്മുടെ ഡോക്ടർ ഷാജു സാറിൻ്റെ അടുത്താണ്. സാറാണ് നമ്മുടെ സ്രാങ്കിന് വിളിച്ചത്. സ്രാങ്കിന് നന്ദി അറിയിച്ചിട്ടുണ്ട്, സ്രാങ്കാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ സ്റ്റുഡൻസും വർക്ക് ചെയ്യണവരും അതുപോലെ സാറുമാരെല്ലാവരും വന്നിട്ടുണ്ട്. ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് നേരെ നമ്മൾ ഗിയറിട്ട് ഇനി നേരെ കടലിലേക്ക്. പണിമോശായതിൻ്റെ പേരിൽ ഒട്ടുമിക്ക ബോട്ടുകളും കെട്ടിയിട്ടേക്കേണ്ട. അപ്പോൾ ഇവരെല്ലാം വന്നേക്കണതിൻ്റെ പേരിൽ നമുക്ക് നല്ല അടിപൊളി സദ്യ തന്നെ റെഡിയാക്കണമല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഊണിന് വേണ്ടി എടുത്തേക്കണം നല്ല കേരക്കറിയും അതുപോലെ ചെമ്മീൻ റോസ്റ്റും, പിന്നെ 2 പേര് വെജിറ്റേറിയനാണ്, അവർക്ക് ബീൻസും പടവലങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സംഭവങ്ങളെല്ലാം ബോട്ടിൽ കയറ്റി വെച്ചിട്ടുണ്ട്, ഓരോരോ മെഷീൻസ്. കടലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റഫൊന്നും അല്ലാത്തതിൻ്റെ പേരിൽ നല്ല ശാന്തമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പോയി പരിചയമുള്ളവരാണെന്ന് നമുക്കറിയില്ല. കടലിൽ വലിയ ആയ്പൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ വിൽസണളിയാനാണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് നമ്മുടെ ഈ ചെമ്മീനൊക്കെ അങ്ങോട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ. ആൻറ്റിച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ പച്ചക്കറിക്ക് വേണ്ട സവാളയും തക്കാളിയും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. എന്താണ് പരീക്ഷണം എന്ന് ഇപ്പോഴും പറഞ്ഞില്ലേ? ISROൻ്റെ ഓഷ്യൻ സാറ്റ് 3 എന്നൊരു സാറ്റലൈറ്റ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഷ്യാനോഗ്രഫിയും പിന്നെ അതുപോലെ ക്ലൈമറ്റിക് ആവശ്യങ്ങൾക്ക് റിമോട്ട് സെൻസിങ് ഉപയോഗിച്ച് കടലിൻ്റെ കളറും അതുപോലെ വെള്ളത്തിലുള്ള ആ ഒരു കോമ്പോണൻസിനെയും കുറിച്ച് അറിയാനായിട്ടാണ് ഈ സാറ്റലൈറ്റ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പലരും ചിന്തിക്കും നമ്മൾ ബോട്ട് എടുത്ത് കടലിൽ പോകണം എന്തിനാണെന്ന്. കാരണം ഈ സാറ്റലൈറ്റ് നമ്മുടെ കൊച്ചി അറബിക്കടൽ ആ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഒരു സാറ്റലൈറ്റിൻ്റെ ആ ഒരു ഓരോ സ്റ്റേഷൻസ് ഉണ്ടാവും, ഓരോ ലൊക്കേഷൻസ് ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ വാട്ടർ സാമ്പിൾസ് കളക്ട് ചെയ്യും. അതിനുശേഷം അതിലുള്ള കെമിക്കലും ബയോളജിക്കലായിട്ടുള്ള കമ്പോണൻസിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. എന്നിട്ട് ആ വാല്യൂ തന്നെയാണ് ഈ സാറ്റലൈറ്റ് നമുക്ക് തന്നെ നോക്കും. അതിനെ വാലിഡേഷൻ എന്നാണ് പറയണത്. പിന്നീട് ഈ സാറ്റലൈറ്റ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഓഷ്യാനോഗ്രാഫിക് സ്റ്റഡീസും അതുപോലെ ബാക്കിയുള്ള റിസർച്ച് സ്റ്റഡീസും ഈ സാറ്റലൈറ്റ് ഡാറ്റ യൂസ് ചെയ്യാനായിട്ട് പറ്റോട്ടെ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസാണ് ഈ കൊണ്ടുവന്നേക്കണത്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കിൻ വാട്ടർ സാമ്പിളർ എന്നാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മീറ്റർ തുടങ്ങി നമുക്ക് അങ്ങോട്ട് 100 മീറ്റർ എബോവ് വരെയുള്ള ഡെപ്തിൽ വരെയുള്ള വെള്ളം നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റോട്ടെ. ഈ കടലിൽ പരീക്ഷണമാണ് നമ്മൾ. അപ്പം ഞാൻ ആലോചിച്ച് വെള്ളം എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് വെച്ച് കോരിയെടുത്താൽ പോരുന്നു. പക്ഷേ ഈ വാട്ടർ സാമ്പിളറിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10 മീറ്ററിലാണ് നമ്മൾ ഈ വെള്ളം എടുക്കാനായിട്ട് പോകുന്നത്. കടലിൽ ഉപരിതലത്തിലെ വെള്ളവും അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴുള്ള വെള്ളത്തിൻ്റെ മർദ്ദത്തിലും അതുപോലെ ഓക്സിജൻ കണ്ടന്റിലും പല പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവർ നേരെ ഈ ഇറക്കി വിട്ട സാമ്പിളർ അത് അവർ റോപ്പിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10 മീറ്ററുള്ള വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 10 മീറ്റർ എത്തിക്കഴിയുമ്പോൾ അതാ വിടുന്ന സാധനം കണ്ട അതിനെയാണ് നമ്മൾ മെസ്സഞ്ചർ എന്ന് പറയൂട്ടോ. ഇത് നേരെ വെള്ളത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ സാമ്പിളറിൻ്റെ വാൽവുകളെ ക്ലോസ് ചെയ്ത് കളയും. അപ്പോൾ ആ ഒരു 10 മീറ്ററിലുള്ള വെള്ളം മാത്രമേ നമ്മുടെ ആ ഒരു സാമ്പിളറിൽ കയറുള്ളൂ. വേറെ വെള്ളമായിട്ട് മിക്സ് ആവുകയുമില്ല. കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് 10 മീറ്ററിലുള്ള വെള്ളം തന്നെ വേണം. അപ്പോൾ അതങ്ങനെ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാമ്പിളർ യൂസ് ചെയ്യുന്നത്. തുടർന്നുള്ള നമ്മുടെ ആ ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റീസിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനാണ്. അപ്പോൾ ഈ 10 മീറ്റർ ആഴത്തിലുള്ള ഓക്സിജനെ നമ്മൾ എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് മിക്സായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നേരെ ആ ഒരു ബോട്ടിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ നേരെ ഫിക്സ് ചെയ്ത് കളയുന്നത്. അതാണ് സിറഞ്ച് വെച്ച് 2 സൊല്യൂഷൻ അതിലേക്ക് ആഡ് ചെയ്യണല്ലേ. അതിനെ വിംഗ്ലർ എയും വിംഗ്ലർ ബി എന്ന് പറയും. വിംഗ്ലർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നസ് സൾഫേറ്റിൻ്റെ ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ് കേട്ടോ. വിംഗ്ലർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം അയോഡേറ്റ് ആണ്. ഈ 2 സൊല്യൂഷനും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്ത ആ ഒരു വെള്ളത്തിനകത്ത് അപ്പം തന്നെ ഈ ഒരു രൂപത്തിലേക്ക് ആകണേട്ടാ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ വന്ന സാറന്മാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയേണ്ട. ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ 10 മീറ്ററിലും 20 മീറ്ററിലും 30 മീറ്ററിലും പോയി ചെയ്യണേട്ടാ. അപ്പോൾ ഇത് നേരെ എടുക്കുക, എന്നിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ചെറിയ ബോട്ടിൽസിലാക്കിയിട്ട് അതിനെ ഫിക്സ് ചെയ്ത് കളയുക. ആ ഒരു ഡെപ്പിയിലാക്കി അതിനെ സേഫായിട്ട് വെക്കുക. അത് അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് അവർക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫിക്സ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഈ ഒരു മെഷീൻ കണ്ട ഇത് കാണുമ്പോൾ റോക്കറ്റ് പോലെയൊക്കെ ഇരിക്കണ്ടല്ലേ. ഇതിൻ്റെ പേര് CTD എന്നാണ്. അതായത് കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ ഡെപ്ത്. കടലിലെ ഓരോ ആഴങ്ങളിലെയും സലൈനിറ്റി ഉപ്പിൻ്റെ അളവ് എന്തോരമാണെന്നും അതുപോലെ ടെമ്പറേച്ചർ ചൂട് എന്തോരമാണെന്നും അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ CTD എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഇതുപോലെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ കടലിലെ മീനിൻ്റെ ലഭ്യത അറിയാനായിട്ട്, എന്തുകൊണ്ട് മീൻ കിട്ടുന്നില്ല എന്നറിയാനായിട്ട് പറ്റുമെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ടും അതോട് ബന്ധപ്പെട്ടാന്ന് പറയാൻ പറ്റില്ല. എന്നാലും
അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം വെള്ളത്തിൽ തന്നെ വ്യത്യാസങ്ങൾ, അതായത് നമ്മുടെ ഈ കടലിൽ ഉപ്പിൻ്റെ അംശം കൂടുതൽ, പിന്നെ അതുപോലെ ഓക്സിജൻ്റെ അളവ്, പിന്നെ പ്ലാങ്ക്ടൺസ് ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികളെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരുപാട് മീനുകളുണ്ട്. കടലിൽ കൂടണ മാലിന്യത്തിൻ്റെ അളവ് കാരണം വെള്ളത്തിൽ തന്നെ വ്യത്യാസവും കൊണ്ടും ഈ മീനുകളെല്ലാം മാറി വേറെ വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മളിത് ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മീറ്ററിലേക്കാണ് പോണത്. അപ്പോൾ ഒരു പരുന്താണെന്നുണ്ടെങ്കിൽ അങ്ങ് ദൂരെ നിന്ന് ഇങ്ങനെ പറന്നു നിന്നിട്ട് നമ്മുടെ സുനാമിയുടെ മുകളിൽ നിന്നിട്ട് എന്താണ്ടൊക്കെ കടിച്ച് ചവച്ച് കീറണ്ടിട്ട് മീനാണെന്ന് തോന്നുന്നു. അപ്പോൾ ബോട്ടാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ പയ്യെ പയ്യെ ഉറങ്ങിയൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. കടലിലാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലട്ടോ, കാറ്റ് കുറവായതിൻ്റെ പേരിൽ നല്ല ചൂടാണ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 1 മണിയായിട്ടുണ്ട്. അവിടെ വെയിൽ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതായത് 30 മീറ്ററുള്ള ഒരു വെള്ളവും കൂടി നമ്മൾ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞ് ഇനി വരെ പോവാട്ടെ. അപ്പോൾ ശരിക്കും പലരും ചോദിക്കാറുണ്ട് കടലിൽ വന്ന കാര്യത്തെ പറ്റി. കടലിപ്പോൾ പുഴ പോലെയാണ് കിടക്കണം, പക്ഷെ എന്നാലും ഇത് കണ്ട ഒരു കുറച്ച് നേരം കുഴപ്പമുണ്ടായില്ല, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കേട്ടാ. അതെല്ലാവർക്കും വന്നൊന്നുമില്ല, ചിലവർക്ക് അങ്ങനെ വരും. അത് നമ്മൾ വന്ന് കടലിൽ പോയി അത് മാറുള്ളൂ. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ തിരിച്ച് കരയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10:30 മാറ് വരെ നമ്മിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മീൻ കഴിക്കാത്ത 2 പേര് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബീൻസും പടവലങ്ങയും രസമൊക്കെ ഉണ്ട് കേട്ടോ. നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ ചൂരയും പിന്നെ അതുപോലെ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റും എല്ലാം നമ്മുടെ വിൽസനളീനും മാനിച്ചേട്ടനൊക്കെ കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പം നല്ല അടിപൊളി കറിയാണ് ഇത്. പ്രിൻസ് ഇവിടെ ഇരുന്ന് കഴിക്കേണ്ടത്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യിക്കേണ്ട. അപ്പോൾ എപ്പോഴും മീൻപിടുത്തം മാത്രമല്ല, കടലിൽ കിടക്കുന്ന ചെറിയൊരു കാര്യങ്ങൾ പോലും എനിക്ക് അറിയിക്കണമെന്ന് തോന്നി. അപ്പം അങ്ങനെ ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കാട്ടോ. അതായത് GPS-നകത്ത് നമ്മൾ വീട് നമ്പർ അടിച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ അഴിയാണ്ട. പിന്നെ അടുത്തൊരിക്കലും വീഡിയോ കാണാം. ടാറ്റാ.